ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയുന്നുണ്ട്. ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം രക്ഷിക്കും. സനാതനമായിട്ടുള്ള ധർമ്മം എന്ന് പറയുമ്പോൾ ആ ധർമ്മത്തെ നമ്മൾ രക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം രക്ഷിക്കും. അതെങ്ങനെയാണ് രക്ഷിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ധർമ്മത്തെ രക്ഷിക്കുക? നമ്മൾ ധർമ്മത്തെ രക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ സാമൂഹികമായ ജീവിതത്തിൽ ഈ ധർമ്മത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, ധാർമ്മികമായ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ്. ഈ ധർമ്മം അവഹേളിക്കപ്പെടുന്ന, ധർമ്മം അവമതിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന എല്ലാ സന്ദർഭങ്ങളിലും ധർമ്മത്തിന് വേണ്ടി നിലനിന്നുകൊണ്ടാണ്. അങ്ങനെ നിലനിൽക്കുമ്പോൾ ആ ധർമ്മം എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുക? ഓരോ സമയത്തും ഭഗവാൻ അധർമ്മത്തിൽ ഉയർന്നു വരുമ്പോൾ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിനായി ഞാൻ അവതരിക്കുമെന്ന് പറയുന്നത് ബാഹ്യമായിട്ട് നിരവധി മഹാത്മാക്കളായിട്ട് അവതരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സച്ചിന്തയായി, ഉയർന്ന ബോധമായി അവതരിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പരാജയങ്ങൾ, തിരിച്ചടികൾ നേരിട്ട് തകർന്നു പോയ ആളുകളൊക്കെ വേണ്ട സമയത്ത് വേണ്ട ഒരു തീരുമാനം എടുക്കുന്നതിൽ പറ്റിയ പാളിച്ചകളാണ് പലപ്പോഴും വലിയ വലിയ ആളുകളെ പോലും തകർത്ത് കളയുന്നതെന്ന് കാണാം. വലിയ ബിസിനസ്സുകാരെ ആയിക്കോട്ടെ, ജീവിതത്തിലെ പല രീതിയിലുള്ളവരായിക്കോട്ടെ, ചില സന്ദർഭങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു ചിന്ത വരാത്തത് കൊണ്ട്, കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നതിൽ വന്ന പാളിച്ച കൊണ്ടാണ് എല്ലാം തകർന്നു പോകുന്നത്. അപ്പം ഈ ധർമ്മം നമ്മെ രക്ഷിക്കുക, ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കുന്നു പറയുമ്പോൾ ഈ ധർമ്മം നമ്മളെ എങ്ങനെയാണ് രക്ഷിക്കുകയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും നമ്മളുടെ ഉള്ളിൽ ഇരുന്ന് ശരിയായ മാർഗദർശനം നൽകിക്കൊണ്ടാണ്. ഓരോ സമയത്തും ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്തുകൂടാ, ഇന്ന രീതിയിൽ മുന്നേറണം. അതുകൊണ്ട് തന്നെ ധർമ്മിഷ്ഠരായി ജീവിക്കുന്ന, ധാർമ്മികമായി ജീവിക്കുന്ന, മുന്നേറിയ എല്ലാ മഹാത്മാക്കളുടെയും ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച അവരെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ട, അധർമ്മത്തിന്റെ വക്താക്കളാൽ കൊല്ലപ്പെട്ട ആളുകൾ പോലും ഇന്നും ചിരസ്മരണയായിട്ട്, ധീര മഹാത്മാക്കളായിട്ട് ഈ ദേശത്തെ ജനതയുടെ മുമ്പിൽ എല്ലാ ദിവസവും ആരാധിക്കപ്പെടുന്നവരായിട്ട് വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങളൊക്കെ ഈ ധർമ്മത്തിൽ നമ്മെ ഉറച്ചു നിർത്താൻ നമ്മളെ സഹായിക്കുന്ന ഊർജ കേന്ദ്രങ്ങളാണ്. സമഷ്ടിയിലും വെഷ്ടിയിലുമുള്ള, പ്രപഞ്ചത്തിലും പ്രകൃതിയിലും നമുക്കുള്ളിലുമുള്ള നിരവധിയായിട്ടുള്ള ഊർജ സ്രോതസ്സുകളെ തിരിച്ചറിഞ്ഞ ഋഷീശ്വരന്മാര് ആ ഊർജത്തെ നമുക്ക് ഗുണകരമായി, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ധാർമ്മികമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നറിഞ്ഞ് അതിനുള്ള പദ്ധതിക്രമത്തിലൂടെയാണ് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും ക്ഷേത്ര പദ്ധതികളും എല്ലാം സൃഷ്ടിച്ചത്. അങ്ങനെ ധർമ്മം കൊണ്ട് മുന്നേറിയ ആ സമൂഹം ഒരു കാലത്ത് ഭാരതീയ സംസ്കൃതിയിൽ അധിഷ്ഠിതമായിട്ട് ഭാരതം നിലനിന്നിരുന്ന കാലത്ത് നമ്മൾ പറയും ഭാരതം ആധ്യാത്മികതയുടെ നാടാണ്, ഭാരതം മോക്ഷത്തിൻ്റെ, ത്യാഗത്തിൻ്റെ നാടാണ്. പക്ഷെ ആ ത്യാഗത്തിൻ്റെ നാടാണെന്ന് പറയുമ്പോൾ ത്യജിക്കാനെല്ലാം നേടിയിട്ടാണ് നമ്മൾ ത്യാഗത്തിൻ്റെ നാടായത്. ഭാരതീയമായ സംസ്കൃതി, ഭാരതീയമായ ധാർമ്മിക വ്യവസ്ഥയിൽ ഈ ഭാരതത്തിൻ്റെ ഭരണവ്യവസ്ഥ പുലർന്നിരുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു ഭാരതം. അന്നത്തെ കാലത്ത് അറിവിലെ ഏറ്റവും ഉന്നതമായ അറിവുള്ള സ്ഥലമായിരുന്നു ഭാരതം. അന്നത്തെ സാങ്കേതിക വിദ്യയുടെ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന നാടായിരുന്നു ഭാരതം. അതെല്ലാം അറിഞ്ഞ്, ആ അറിവിന്റെ പാരമ്യത്തിൽ ഇതെല്ലാം ക്ഷണികമാണ്, ഇന്നുണ്ടായത് കൊണ്ട് നാളെ ഇല്ലാതാകുന്നതാണെന്നുള്ള ക്ഷണികതയോട് കൂടി അറിഞ്ഞ് വരും തലമുറയ്ക്ക് അത് കൈമാറി അവനവന്റെ ആന്തരികമായിട്ടുള്ള സ്വാസ്ഥ്യത്തെ, സത്യത്തെ അന്വേഷിച്ച് പോയവരാണ് ഋഷീശ്വരന്മാർ. അങ്ങനെ എല്ലാം നേടിയിട്ടാണ്, അതിൻ്റെ ക്ഷണികതയെ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ മോക്ഷപാതയിലേക്ക് തിരിയുന്നത്. അപ്പം ആ നേടുന്ന, ആ സമൃദ്ധിയെ ഉണ്ടാക്കുന്നതിന് നമ്മളെ സഹായിച്ചത് ഈ ധാർമ്മികമായിട്ടുള്ള അനുഷ്ഠാനങ്ങളാണ്, ആചരണങ്ങളാണ്. അത് നിലനിർത്തുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങളാണ്. ഇന്നിപ്പോൾ നമ്മൾ നിലനിൽക്കുന്നത് നമ്മുടെ കാരണവന്മാർ, നമ്മുടെ പൂർവികന്മാർ നടത്തിയ ധാർമ്മിക അനുഷ്ഠാനങ്ങളിലൂടെ, ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടതിലൂടെ തുടർച്ചയായിട്ടാണ്. നമ്മളിന്ന് അതിൻ്റെ ആ പൂർവികരുടെ സമ്പാദ്യത്തിൻ്റെ പലിശ തീർത്ത് അതിൻ്റെ ഡെപ്പോസിറ്റും ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തന്നെ കുടുംബങ്ങളിലും കുട്ടികളിലും ഒക്കെ പല വഴിതെറ്റലുകൾ, ശിഥിലമായിരുന്ന അവസ്ഥകൾ, സാമാജികമായിട്ടുള്ള ഛിദ്രങ്ങൾ, ക്ഷയങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ആ ധാർമ്മിക ബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്,
ഏറ്റവും ഉന്നതരാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തെ ഭദ്രമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ സമാജത്തെ ശക്തമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ഡെപ്പോസിറ്റ് വീണ്ടും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ആ ഡെപ്പോസിറ്റ് ഇല്ലെങ്കിലും നിത്യചെലവിനുള്ള കാര്യങ്ങളും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട്. അപ്പൊ ധാർമ്മിക ആചരണം നിലനിൽക്കണമെങ്കിൽ ഈ ധർമ്മത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കുക കൂടി ചെയ്താലേ മതിയാവും.